കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അനിയന്ത്രിതമായി സ്വകാര്യ വാഹനങ്ങൾ കയറിയിറങ്ങുന്നതും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും തടയാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് BDJS ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങപ്പാറ ആവശ്യപ്പെട്ടു. വിഷയം നിരവധി തവണ ഉയർന്നുവെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത് എന്നും ആക്ഷേപം. KSRTC ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന്റെ പിൻഭാഗത്ത് വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ആണ്. ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നതിനും പുറപ്പെടുന്നതിനും പലപ്പോഴും ഈ പാർക്കിംഗ് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് സ്റ്റാൻഡിൽ വലിയ തരത്തിൽ ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ യാതൊരുവിധ സുരക്ഷിതത്വമില്ലാതെയാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ കൂടി കടന്നു പോകുന്നത്. സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ അടിക്കടി അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് ജീവന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് യാതൊരു മാനദണ്ഡവുമില്ലാതെ അനിയന്ത്രിതമായി ഇതിലൂടെ ഈ സ്വകാര്യ വാഹനങ്ങൾ ചീറിപ്പായുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അനധികൃതമായി പാർക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പൊതുനിരത്തിലുള്ളതിൻ്റെ 4 ഇരട്ടി വാഹനങ്ങളാണ് ഈ ബസ് സ്റ്റാൻഡിലെ 4 വഴിയിലൂടെ ഈ ബസ് സ്റ്റാൻഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത്. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് യാതൊരുവിധ സുരക്ഷിതവും ഇല്ലാതെയാണ് ഈ ബസ് സ്റ്റാൻഡിലൂടെ വന്നു പോകേണ്ട സാഹചര്യമുള്ളത്. ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ അടുപ്പിച്ച് തന്നെ നിരവധി അപകടങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കുന്നു. ആളുകൾക്ക് വളരെ ഗുരുതരമായ പരിക്ക് പറ്റുന്ന തരത്തിലേക്കുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് ഈ സ്വകാര്യ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞത്. ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള വലിയ തോതിലുള്ള വാഹന ബാഹുല്യം ബസ് ജീവനക്കാർക്ക് നിർഭയമായി തൊഴിൽ ചെയ്യുന്നതിനും തടസ്സം സൃഷ്ടിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷം നടപടികൾ സ്വീകരിക്കാൻ കാത്തിരിക്കാതെ അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.